പറയാനുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മളെ തിരുവത്തറ തങ്ങൾപൊടി അറിയില്ല, ഒരു മെൽക്കീക്കോട് മുത്തമ്മാവ് തൈക്കടവ്, അവിടുന്ന് ഒരു അബൂബക്കർ ഹാജി അതിന്റെ ഭാര്യ ഒരു മരുമകളുമായിട്ട് എന്നെ സമീപിക്കണ്ടായി. അപ്പൊ ഞാനിങ്ങനെ ഓതാന സീമിലുള്ള പേരിൽ ഇത്ര യാസീനോത് കുറച്ച് കാര്യങ്ങൾ ചെല്ലാൻ കൊടുത്തപ്പോ ആ ഉമ്മ പറഞ്ഞ് സിയം വലിയുള്ളതിനെ ഞാൻ ഹയാത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ പറ്റി പറയാൻ നമുക്ക് പെട്ടെന്നൊരു ഉണർവുണ്ടാവില്ല. അപ്പൊ അതെ, അപ്പൊ അത് കേൾക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് പറ്റി അനുഭവം ഉണ്ടായിട്ടുള്ളത്? എനിക്കല്ലേ ആകെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്തുണ്ടായത്, ഞങ്ങളിലേയും കുറെ അകലെയാണ്. ചാവക്കാട് നിന്ന് കോഴിക്കോട് ചെന്നപ്പോഴേ കുറെ ബേക്കിലാണ്, മുത്തമ്പള്ളിക്ക് ചോറാണ് അങ്ങനെ മതിയാണ്. അങ്ങനെ ഇത് ഉമ്മ പറയണ, പടച്ചറമ്പേ എന്റെ മടവൂര് ചെയ്യേ, ഞങ്ങൾ എപ്പോഴാണ് ഇനി ചാവക്കാടേക്ക് തിരിച്ചു പോവുക? വയസ്സായ ഒക്കെ രോഗികളാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട പോവാൻ. തിരക്കല്ലേ, എന്തായാലും കൂട്ടാൻ പറ്റില്ലല്ലോ. 2 മിനിറ്റ് ആയിട്ടില്ല, ചാവക്കാട്ടലുണ്ടാന്ന് വിളിച്ചു ചോദിക്കണം. എവിടെ കിടന്നിട്ടാണ് കേട്ടതാ വിളിക്കാൻ. അവസ്ഥതെ ഞങ്ങളെ വിളിച്ച് എന്താ പോകുന്നു, അത് അതിലും വലിയ അതാണ്. ഇതന്നെ ഒരു കറാമത്താ. ഇത് മനസ്സിന്റെ ഉള്ളിലെ തേട്ടം പെട്ടെന്നൊരു വിളിപ്പിച്ചു. കണ്ണ് ഞാനാവും, കാല് ഞാനാവും എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ചേർന്നിട്ട് നോക്കി എന്താ പോകുന്ന വെച്ചപ്പോ, എന്റെ ശൈഖേ, കന്നഡ ഭാഷയില് എന്റെ ശൈഖേ, എനിക്കൊരു 2 മോനാണ്. ഒന്ന് മൂത്തോന്റെ പേര് ഇക്ബാല്, രണ്ടാമത്തെ അബ്ദുസലാം. 2 ചെവി കേൾക്കൂല, പൊട്ടാനാണ്, നാം സംസാരിക്കൂല. ടൈലറിങ്ങാരെ പറഞ്ഞിട്ടില്ല, 2 ചെവി കേൾക്കൂല, പൊട്ടനാണ്. അവർക്ക് ഞങ്ങളെ കണ്ണടയാൻ പറ്റി, അവർക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടണം. അങ്ങനത്തെ ഒരു വിഷമായിട്ട് വന്നത്. ഇത് രണ്ടും കിട്ടാൻ വേണ്ടിയല്ലേ. കൈത്തൊഴിലൊക്കെ ഉണ്ട്, ടൈലറിങ്ങാണ്, ഗൾഫിലാണ്, സാമ്പത്തികമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് പറഞ്ഞോണ്ട് കൊണ്ടു കിട്ടും. അപ്പൊ എന്താ പറഞ്ഞ്, അവനെ പെണ്ണ് അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞു നടക്കേണ്ട, അവനെ നമുക്കുള്ള പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് തിരഞ്ഞു വരുന്നു എന്നുള്ള. വേറെ ചെല്ലാനോ കാര്യം കൊടുത്തില്ല. ഞാൻ പറഞ്ഞു നടന്നാണ്ട ആ കാണുന്ന മോള് ഞാൻ തന്നെ അന്നപ്പെട്ട് പോയി. ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ 2 കുട്ടികളുണ്ട് അതിൽ. അപ്പൊ ഇവരോട് ഞാൻ ചോദിച്ച്, അങ്ങനെ ഉണ്ടായെന്ന് വെച്ചാല് ഈ പെണ്ണിന്റെ ഫാമിലിന്ന് മൊത്തമേ എന്താ കാര്യപ്പെട്ടവര്, ഒരു കുടുംബമാണ്. നിങ്ങളെ അബ്ദുസലാമിന്റെ കല്യാണക്കാർ ശരിയായ ഇല്ല, എന്നാ ഈ പെൺകുട്ടീനെ മോളെ കെട്ടിച്ച് ഇവിടെ സമ്മതാണ്. പെണ്ണ് സംസാരിക്കും, പെണ്ണിനൊരു കേടില്ല, അൽഹംദുലില്ലാ. അപ്പൊ മോളി ചോദിച്ച്, സലാമിന് ഒരു ലിമിറ്റുള്ള നല്ല പെണ്ണായിരിക്കണം, പക്ഷെ അത് കിട്ടുമോ? അതായത് നല്ല ആഴക്കുള്ള. അപ്പൊ ഞങ്ങൾ സംസാരിക്കാത്തുള്ള അങ്ങനെ ഞാൻ ആംഗ്യം കാണിച്ചു, അവരുടെ ഭാഷയിൽ അങ്ങനെ അതൊരു ആംഗ്യം അമ്മ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ആംഗ്യത്തിന്റെ അർത്ഥം? നല്ല ഭംഗിയുള്ള പെണ്ണാവുമാണ് എനിക്ക്. പക്ഷെ കിട്ടിയതോ അവ ഉദ്ദേശിച്ച കുട്ടിയെ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഒറ്റനോട്ടത്തിൽ അങ്ങനെ ചില നോക്കിയിട്ട് ഇതിനെ എങ്ങനെ അതിനെ പറ്റിയെന്ന്. അപ്പൊ ഓരോ വാക്കുകളൊന്നും അറിയില്ല. വീട്ടിലേക്ക് വരും വന്നല്ലോ, കല്യാണം കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ. ഇപ്പൊ ഇപ്പോൾ മജ്‌ലിസ് മാറ്റും ബന്ധമുണ്ടല്ലോ, ഇടക്കിടക്കൊക്കെ അവിടെ വരുന്നില്ല. ഇങ്ങനെ എത്രയോ പറഞ്ഞാൽ തീരില്ല ബഹുമാനപ്പെട്ടവര്. കറാമത്തും അതിലൊന്നും ഉണ്ടാവുന്ന മതം. പിന്നാലെ കറുകമാട് കണ്ണടയിലുണ്ട്, നമ്മള് മറിഞ്ഞ കറുകമാട് കണ്ണട. പറഞ്ഞ പെണ്ണിന്റെ വീട്ടില് നേരിട്ട് കണ്ട ആണുങ്ങൾ ആരെങ്കിലും ആ പെണ്ണിന്റെ വീട്ടിലല്ല, പെണ്ണിന്റെ ഭർത്താവിന്റെ ഒപ്പം കണ്ടവരാണല്ലോ. ഉണ്ടോ? ഒപ്പൊക്കെ സുഖമില്ലാണ്ട് കിടക്കണ പോകുന്നു. ഉമ്മ ഇത് കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച
ഇപ്പൊ ഇല്ല, ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പൊക്കെ വയ്ക്കാണ്ടായി, പ്രായം ഉണ്ടാവില്ല. അപ്പൊ ഉമ്മ സംസാരിക്കും. അമ്പലെ ഭാര്യ ഇവിടെ കഴിഞ്ഞ ആഴ്ച മകന് ജോലി കിട്ടി, മുഹമ്മദ് ഷിറാസിന് ജോലി കിട്ടി ഗൾഫിൽ എന്നുള്ള സന്തോഷമൊക്കെ അറിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ കിട്ടി വന്നിരുന്നു. ജോലി കിട്ടിയപ്പോഴേ കഴിഞ്ഞ ആഴ്ച. അപ്പൊ വീണ്ടും ഓർമ്മ മറന്നുപോയ കാര്യം ഇവരെ കണ്ടപ്പോ വീണ്ടും ആ ചരിത്രമൊക്കെ ഓർമ്മ വന്നവരെ. പിന്നെ കറുകമാട് കണ്ണട മുസ്ലിം മുഹമ്മദ് മുസ്ലിം എന്നല്ല കണ്ണടയിൽ എന്ന് പറഞ്ഞാല് അങ്ങനെ അറിയപ്പെടുക. അന്ന് ഉസ്താദ്മാര് കണ്ണട വെച്ച് മീതിയിൽ അതാവും കണ്ണട എഴുതിയതാണ്. ആ മൂപ്പരോട് മജലിസിൽ വന്നു 2-3 ആഴ്ച മൂപ്പര് വന്നു. അപ്പൊ നമുക്ക് ക്ഷീണമായിരിക്കണം, ക്ഷീണമായിരിക്കണം. സംസാരിക്കുകയൊക്കെ ഇരിക്കും. അപ്പൊ അദ്ദേഹം എന്നോട് പറയണ്ടായി, കുത്തബല്ലാലിന്റെ പേരിൽ ആണ്ടാണ്, അപ്പൊ പ്രത്യേകിച്ച് ദോരൊക്കെ നോട്ടാണ്. അപ്പൊ ഞാൻ പറയും നിങ്ങള് കുത്തബല്ലാലിനൊക്കെ പറയുമ്പോൾ കണ്ടിട്ടുണ്ടാന്ന് ചോദിച്ചാലേ, അപ്പൊ കണ്ടിട്ടുണ്ടോന്ന് ഒരുപാട് അനുഭവം ഉണ്ടായ ആളല്ലേ, എനിക്ക് ജോലിയാക്കിയൊന്നും മൂപ്പര് ബഹുമാനപ്പെട്ടവരെന്നെ മൂപ്പര് ജോലിയാക്കി വേറെ. അപ്പോ ഈ കറകമാടുള്ള കണ്ണൻ മുസ്ലിം വേറൊരാളും കൂടിയിട്ട് എന്ത് ചെയ്ത് മടുവിനെ കാണാൻ പോയി. കളവല്ല, അതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അങ്ങനെ കാണാൻ പോയി. കറകമാട് എന്ന് പറഞ്ഞാൽ ഒട്ടേക്കാട് ചാവക്കാട്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരെ കാണാൻ പോയി. കൂടെയുള്ള ആള് ഗൾഫിൽ നിന്ന് വന്നാലും അവിടെ പോകും. ലീവ് കഴിഞ്ഞ് പോകുമ്പോഴും യാത്ര ചോദിക്കാൻ അവിടെ പോകാൻ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് കർണാടകയിൽ പോയത്. അപ്പൊ അവിടെ പോയി ഇപ്പൊ ഒരു ഉറുമാമ്പഴം ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടമായിരുന്നത്ര, ഉറുമാമ്പഴം, അത്തർ, ഇതൊക്കെ കൂടിയിട്ടൊരു പൊരി കെട്ടിട്ട് അതാണ്ട് എന്താ കൊണ്ടുവന്നേക്കണം അത് വാങ്ങിയിട്ട് അവിടെ മുമ്പിൽ തന്നെ സാധനങ്ങളൊക്കെ ഉറുമാമ്പഴം മാറ്റി വെച്ച്, അത്തറിൻ്റെ മാറ്റി വെച്ച്, വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ലൊക്കെ ചോദിച്ച് അവരുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ വാക്കല്ലേ പറയണം. അത്തനെ പോവാണ് ആ കൈക്കോടി. ആ പോകണ പോക്കിൽ പെട്ടെന്ന് പറഞ്ഞ അവരങ്ങ് വിളിക്കുമെന്നാണ്. വിളിച്ചിട്ട് പറഞ്ഞു ഈ സാധനം വാങ്ങിയെന്ന നൂല് ആ കടലാസ് ചുറ്റും മറക്കിയിട്ട് ഇങ്ങനെ വേസ്റ്റ് കവറുണ്ടല്ലേ കൊടുന്ന കെട്ടിയിട്ട് കൊടുത്തു തറ. ഇത് പോണ പോക്കിൽ കത്തിച്ച് പോയിക്കോണം, കത്തിച്ച് റോഡ് സൈഡിലിട്ട് കത്തിച്ചിട്ട് ഞാൻ എന്തിനേയും എന്ത് പറഞ്ഞ് കഴിയിട്ട് അങ്ങനെ ഞങ്ങള് കോഴിനെ പോക്കിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോ കോഴിക്കോടുക്കുള്ള ബസ് അല്ല തൃശ്ശൂർ നേരിട്ട് കിട്ടുന്ന ബസ്സുണ്ടാവും തൃശ്ശൂര്. ആ ബസ് പറഞ്ഞു അതില് പോവാൻ. അപ്പൊ കന്നഡയിലെ കുറച്ച് സൂക്ഷ്മതകളാണ് പറഞ്ഞത്. ഇതില് പോവണ്ട, അത് കത്തിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിക്കണ്ട. അതുണ്ടല്ലേ ഇപ്പൊ തൊട്ടടുത്ത കടയിൽ സാധനം പറ്റില്ല എന്നാ കത്തിച്ച് കിടന്നു കളഞ്ഞിട്ട് ഇപ്പൊ അവസ്ഥയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ബസ് വന്നപ്പോ ഇറങ്ങിയ കാരണം ബസ്സാണെങ്കിലും അതിൽ കയറും സുബാനുള്ള മറ്റേല് പോവാൻ നന്നായി. ആ ബസ് മറിഞ്ഞ് ആംബുലൻസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ പോകുന്ന ആൾക്കാരെ അറിയിച്ച് ഉൾക്കാഴ്ച ഇതൊന്നും ഇതിലൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതോ അല്ലെങ്കിൽ ഒരാൾ വിളിച്ചത് ഇതൊക്കെ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ദൂരല്ല, കണ്ടോ അനുഭവിച്ച ആളുകളാണ് ഈ പറയുന്നത്. എന്റെ ഉസ്താദിന്റെ കാര്യം പറഞ്ഞു. എന്റെ ഉസ്താദാണ് ഇങ്ങനെ ബഹുമാനപ്പെട്ടവര് കറാമത്തുകള് ഒരുപാട്. എന്റെ ഉസ്താദിന്റെ പേര് മൊയ്തുട്ടി ഹാജി ബാക്കവി. ഉസ്താദ് ഈ ഞാൻ ചോദിച്ചപ്പോ എന്താ വരിയിൽ കണ്ട കയറി ചെന്ന് അങ്ങനെ വരിയിൽ നിന്നിട്ട് പോകേണ്ടത് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചാൽ ഉസ്താദ് ചോദിച്ചില്ല. ആളിയനോട് ചോദിച്ചു. ആളിയല്ലേ. അപ്പൊ അത് എന്താന്നറിയോ, വലിയൊരു ഭാഗ്യയാത്രയിൽ 2 ശരീക്കന്മാരായിരുന്നല്ലോ, ശരീക്കന്മാരായിരുന്നു. അല്ല അത്ര എഴുതിണ്ടായിരുന്നു. ആ ബന്ധാണ് നേരെ കയറി ചെന്നത്. നമ്മളെ കയറിയെന്നത് ഞാൻ ചെയ്യാൻ പറ്റില്ല.
ഇതാണ് ഉസ്താദിനെ കേട്ട ആ, ഇത് നേരെ കേട്ട അറിവുകളും അവിടുത്തെ മതവും അവരുടെ ഭാഗത്ത് പോകുന്ന കാരണം കൊണ്ട് ഇപ്പൊ ഞങ്ങളീ മജ്‌ലിസില് ഇപ്പൊ അവിടുത്തെ ആണ്ടാണ് ഡിസംബർ 13-ാം തീയതി കൊല്ലങ്ങളായിട്ട് നടക്കുന്ന മജ്‌ലിസ്. നമ്മള് വേറെ യൂട്യൂബിൽ മറ്റുള്ളതിലൊന്നും അങ്ങനെ മജ്‌ലിസുകളൊന്നുമില്ല. നേരിട്ട് വരും. ഇവിടുന്ന് കുന്ന് വരും. നാഗർകോവ്, മണ്ണാർക്കാട്, വല്ലപ്പുഴ, ആലുവ, മാനാരി, പറവൂര്, ചുറ്റുഭാഗത്തുള്ള ആളുകൾ വരും. സിഹറുള്ള ആളുകള്, പൈശാചികമായിട്ട് ഉപദ്രവമുള്ള ആളുകള് ഒക്കെ നമ്മളെ സിനിമയിലുള്ളവരുടെ മതത്തോട് പറയുമ്പോഴത്തേനും അത് കളി അവരുടെ ചില സഹോദരിമാർ പറയണം സിനിമയിലുള്ള ഞാൻ വിട്, ഞാൻ പോയിക്കൊണ്ട് മടവൂരെ, ഞാൻ പോയിക്കൊണ്ട് മടവൂരെ പറഞ്ഞിട്ട് അതൊക്കെ അവരെ മതതുകളുണ്ട് എന്നുള്ളതല്ല ഒരു വിഷയമല്ലേ, കാര്യങ്ങളല്ലേ. അൽഹംദുലില്ലാ ഏതായാലും വന്നത് ഉസ്താദന്മാരിൽ നിന്നുള്ള അനുഭവം നേരിൽ കേട്ട അനുഭവങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയൊരു വലിയ സന്തോഷം. അൽഹംദുലില്ലാ. ഏതായാലും ഇനിയും പുതിയ അനുഭവങ്ങളുമായി കാഫില വീണ്ടും എത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വന്നു